Chemical bonding. Children were amazed to see pictures of different types of molecules at the science exhibition. So many atoms held together like beads strung in a necklace. In the same way, atoms and molecules are arranged in an interconnected manner in our body and the various substances in our surroundings. Do you know why atoms and molecules are thus connected to one another in elements and compounds? Have you ever thought about it? അതായത് ഇവിടെ ശാസ്ത്ര പ്രദർശനം നടക്കുകയായിരുന്നു. അവിടെ വിവിധതരം തന്മാത്രകളുടെ ചിത്രങ്ങൾ കണ്ട് കുട്ടികൾ അമ്പരന്ന് പോയി. മാലയിൽ കെട്ടിയ മണികൾ പോലെ എത്രയോ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ പദാർത്ഥങ്ങളിലും ആറ്റങ്ങളും തന്മാത്രകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മൂലകങ്ങളിലും സംയുക്തങ്ങളിലും ആറ്റങ്ങളും തന്മാത്രകളും പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? It is the force of attraction between the constituent particles of matter that holds them together. Let us learn about these forces that hold atoms and molecules together and also how to write the chemical formula of compounds. Some substances are given below. Differentiate them into elements and compounds and list them. ദ്രവ്യത്തിൻ്റെ ഘടകങ്ങൾ തമ്മിലുള്ള ആകർഷണ ശക്തിയാണ് അവയെ ഒന്നിച്ചു നിർത്തുന്നത്. ആറ്റങ്ങളിലും തന്മാത്രകളിലും ഒന്നിച്ചു നിർത്തുന്ന ഈ ശക്തികളെക്കുറിച്ചും അതിൻ്റെ സംയുക്തങ്ങളുടെ രാസസൂത്രങ്ങളും എങ്ങനെ എഴുതാമെന്നും നമുക്ക് പഠിക്കാം. ചില പദാർത്ഥങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയെ മൂലകങ്ങളിലേക്കും സംയുക്തങ്ങളിലേക്കും നമുക്ക് വേർതിരിക്കാം. അവയെ പട്ടികയാക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം, ഓക്സിജൻ, വാട്ടർ, കോമൺ സാൾട്ട്, നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഷുഗർ. ഡു യു നോ that there are 2 atoms in a molecule of hydrogen? If so, how many atoms are there in each substance given below? Oxygen O2 എന്നാണ്. അപ്പോൾ 2 എണ്ണമാണ് നെയിം ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് വാട്ടറിൻ്റെ ആകുമ്പോൾ H2O. ഇപ്പോൾ 2 1 3. ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. നൈട്രജൻ്റെ ആണ് N2. അപ്പോൾ 2 ഉള്ളൂ. അപ്പോൾ അങ്ങനെ താഴോട്ട് നോക്കുക. ഇനിയും it can be understood that the table 3.2 that some molecules have more than one atom. Why do atoms in a molecule stay together? എന്തുകൊണ്ടാണ് ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്? Why do atoms combine to form molecules? എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ സംയോജിച്ച് തന്മാത്രകൾ രൂപപ്പെടുന്നത്? How do atoms combine? എങ്ങനെയാണ് ആറ്റങ്ങൾ സംയോജിക്കുന്നത്? Do all atoms combine in the same way? എല്ലാ ആറ്റങ്ങളും ഒരേ രീതിയിൽ സംയോജിക്കുന്നുണ്ടോ? Do all atoms combine with one atoms? എല്ലാ ആറ്റങ്ങളും മറ്റാറ്റങ്ങളുമായി കൂടി ചേരുന്നുണ്ടോ? Have you ever thought about such things? How many atoms are there in a molecule of noble gases? നോബൽ ഗ്യാസിലെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? നമുക്ക് നോക്കാം. ജനറലി ദേ ഡു നോട്ട് കമ്പൈൻ വിത്ത് വൺ അതർ ആറ്റംസ്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദിസ് ബൈ ഒബ്സർവിങ് ദ ടേബിൾ ഗിവൺ ബിലോ. ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണയായി മറ്റ് ആറ്റങ്ങളുമായി സംയോജിക്കുന്നില്ല. നമുക്കത് നോക്കാം. ഹീലിയം ആറ്റോമിക് നമ്പർ 2 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 തന്നെ. നിയോണിൻ്റേത് 10 ആണ്. അപ്പോൾ 2 8 എന്ന് വരും. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ 8 ആണ് ഇലക്ട്രോൺ വിന്യാസം. ആർഗോണിൻ്റേത് 18 ആണ്. 2 8 8 എന്ന് വരും. അപ്പോൾ ഔട്ടർ പോസ്റ്റിൽ 8 ആണ്. ക്രിപ്റ്റോണിൻ്റേത് 36 ആണ്. 2 8 18 8. സിയോണിൻ്റേത് 54. 2 8 18 18 8. റാഡോണിൻ്റേത് 86. 2 8 18 32 18 8. അങ്ങനെ നമുക്ക് കാണാം. How many electrons are there in the outermost shell of noble gases except helium? ഹീലിയത്തിൻ്റേത് നമുക്ക് പറയാൻ പറ്റില്ല, 2 മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ബാക്കി ഹീലിയം ഒഴികെയുള്ളതിൻ്റെ എത്ര വീതമാണ് നോക്കൂ. ആ ടേബിൾ 45-ാം പേജിൽ മുകളിൽ എല്ലാത്തിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയാണുള്ളത്? 8 വീതമാണ്. The arrangement of 8 electrons in the outermost shell as in noble gases is known as octet configuration എന്ന് പറയും. അതായത് നോബൽ വാതകങ്ങളിൽ എന്ന പോലെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുടെ ക്രമീകരണം ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? അടുത്ത് നോക്കൂ. ആറ്റംസ് വിത്ത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആർ ഫൗണ്ട് ടു ബി മോർ സ്റ്റേബിൾ.
വളരെ സ്റ്റേബിളായിരിക്കും. സച്ച് ആറ്റംസ് ആർ ജനറലി റിലക്റ്റൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ദെയർഫോർ നോബിൾ ഗ്യാസസ് ആർ ഓൾസോ കോൾഡ് ഇനർട്ട് ഗ്യാസസ് എന്ന് പറയും. ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഒക്ടറ്റ് കോൺഫിഗറേഷനുള്ള ആറ്റങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതായി കാണപ്പെടുന്നു. ഇത്തരം ആറ്റങ്ങൾ പൊതുവെ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നതിനാൽ നോബിൾ വാതകങ്ങളെ നിഷ്ക്രിയ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇനി അടുത്തത് മഗ്നീഷ്യം. അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282. ഓക്സിജൻ്റേത് 8 ആണ്. 2 6 എന്ന് കാണാം. ആർ ദീസ് ആറ്റംസ് സ്റ്റേബിൾ? ഈ ആറ്റങ്ങൾ സ്ഥിരതയുള്ളതാണോ? മഗ്നീഷ്യം ഓക്സിജൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അല്ല, ലാസ്റ്റിൽ 2ഉം 6ഉമാണ് വന്നിട്ടുള്ളത്. ഹൗ ക്യാൻ ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി? എങ്ങനെയാണ് അത് സ്റ്റേബിൾ ആകുന്നത്? എങ്ങനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദീസ് ആറ്റംസ് കമ്പൈൻ ടുഗദർ? ഈ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേരുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് കിട്ടും. വെൻ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് ബൈ മീൻസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്, ദ ആറ്റംസ് ഗെറ്റ് സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. മഗ്നീഷ്യം ഓക്സൈഡും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് രൂപപ്പെടുമ്പോൾ കെമിക്കൽ ബോണ്ടിങ് വഴി ഒക്ടറ്റ് കോൺഫിഗറേഷൻ നേടുന്നതിലൂടെ ആറ്റങ്ങൾക്ക് സ്ഥിരത ലഭിക്കും. ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. എങ്ങനെയാണ് അവയ്ക്ക് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ലഭിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരവാണത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ കെമിക്കൽ ബോണ്ട് എന്താണെന്നാണ് പറയുന്നത്. സംയുക്തത്തിൽ